ഹലോ, ഇത് KTC ഫിലിംസ് ആണ്. എന്റെ പൊന്നാരണ്ണാച്ചി, ഇതിപ്പോ KTC ഫിലിംസ് അല്ലേ? ഇപ്പൊ വന്ന് റിയൽ എസ്റ്റേറ്റ്. എസ്റ്റേറ്റാ? എന്നാ എസ്റ്റേറ്റ്? കാലിക്കറ്റ് തന്നെ. എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്ഥലം, ഭൂമി വിൽക്കൽ വാങ്ങൽ. JPNCH റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ്. KTC ഫിലിംസ് പൂട്ടിപ്പോയാച്ച്. അതോടെ മുതലാളി ചന്തുക്കുട്ടിയാട്ടെ എങ്കിയോ മുങ്ങിയാച്ച്. ഒന്ന് ഫോൺ വെച്ചാൽ അണ്ണാച്ചി. ചായ ഒരു 3 എടുത്തോ. ഉണ്ണിയപ്പോ ഏതായാലും കടല്ലേ, ഒരു 3 എടുത്തോ. അല്ല, ഞാൻ എന്നോട് കല്ലായിലെ ആ 3.5 സെന്റ് സ്ഥലം പോയി വെക്കാൻ പറഞ്ഞില്ലേ? ഈ പോയി നോക്കിയോ? അത് പുറമ്പോ കപ്പുട്ടിയട്ട വാങ്ങിയും കൊടുങ്ങും. ഇന്നോടിത് മാമുക്കാ പറഞ്ഞത്. മൂപ്പരങ്ങനെ പലതും പറയും. എന്നോട് പറഞ്ഞ എന്താ അറിയോ? കല്ലായിക്കൊരു പഴയ ബിൽഡിംഗും സ്ഥലവും കൊടുക്കാണ്ടെന്ന്. അന്വേഷിച്ചപ്പോ എന്താണെന്നറിയോ? നമ്മളെ പഴയ റെയിൽവേ സ്റ്റേഷന്. ചായ അവിടെ വെച്ചോ. ഉണ്ണിയപ്പണ്ടേ എന്താ ബീനെ വിളിക്കാത്തെ? ദേ വിളിച്ചു. ആ പറ. JP, ഞാൻ ഷീല മാഡത്തിനെ വിളിച്ചു. എന്ത് പറഞ്ഞു? നീ പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് വിൽക്കാനുള്ള ഓത്തറൈസേഷൻ ലെറ്റർ മാഡം നിന്റെ പേരിൽ തരും. പോയി വാങ്ങിച്ചോ. അല്ല, അത് മെർക്കാരെ പോയി വാങ്ങണല്ലേ? ഏയ്, അവർ പാളയത്ത് നിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ കൊണ്ടുതരും. പോയി വാങ്ങാൻ നോക്കടാ. കൊള്ളാം. കൂളിംഗ് ഗ്ലാസ് വേണ്ടല്ലേ? ഒരു ജാട തോന്നിയാലോ? മാറ്റിയേക്ക്. ഫിലിം സ്റ്റാർ മമ്മൂട്ടിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കിയ സാധനം. മോനെ കുട്ടപ്പ, നീ ഇത് വെച്ചോണ്ടിരി. ജയപ്രകാശ് ആണ് ഡോക്ടർ. ഓ, പീന വന്നില്ല? വരുന്നു പറഞ്ഞായിരുന്നു. അവക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയാ, ലീവ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. I know. She is really committed to her profession. നമ്പ്യാരെ, ദാ ഇവരങ്ങ് വിളിച്ചോളൂ. മനസ്സിലായില്ലേ? കാലിക്കറ്റ് നിന്ന് വന്നതാ. ആ പേപ്പേഴ്സ് എടുത്തു കൊടുക്കും. നമ്പ്യാറ്റ് കൂടെ ചെല്ലും. ഓ, ഹലോ മാം. തന്റെ ജയപ്രകാശ് വന്നു. കൺഗ്രാറ്റ്സ്. നല്ല പയ്യനാണോ? താങ്ക്സ് മാം. ആ, എന്നാ ശരി. I'll call you later. ഓക്കെ. കിട്ടിയില്ലേ? ഇനി വൈകാതെ ഒരു ബയറിനെ കണ്ടുപിടിക്കൂ. ചെയ്യാം മാഡം. ഇവിടെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നിങ്ങൾ സ്പീഡപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഇനി എൻക്വയറിക്ക് വരുന്നവരോട് തോട്ടം കച്ചവടം തന്നെ പറഞ്ഞോളി. അങ്ങനെ പറയാൻ പറ്റൂ? ആരെങ്കിലും ഒരു നല്ല ഓഫറുമായി വന്നാൽ? ഇല്ല, ഞങ്ങൾ തന്നെ ഉടനെ ഒരു നല്ല പാർട്ടിയായിട്ട് വരും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി, ഇനി വരുമ്പോ ബീനെ കൂടി കൊണ്ടുവരണം കേട്ടോ. ശരി മാഡം. മെർക്കാരെ പോയി വന്നു സ്റ്റൈലില്. നിന്റെ സ്റ്റൈലൊന്നും എനിക്ക് കേൾക്കണ്ട. പോയ കാര്യം എന്തായെന്ന് പറ. രേഖാമൂലം കൈപ്പറ്റി 500 ഏക്കർ കാപ്പിത്തോട്ടം വിൽക്കാനുള്ള അവകാശം. ഏക്കറിന് 20 ലക്ഷം റുപ്യ മതിപ്പ് വില. അപ്പൊ എത്രയായി? നീയല്ലേ കൂട്ടിയാ തീരാത്ത കണക്കിന്റെ ആള്. എനിക്കറിയില്ല. എടി, 1000, 10, 100 കോടി. അതിൽ എന്റെ കമ്മീഷൻ എത്രയാ? ഇതാ പിന്നെയും ചോദ്യം. 2.5 കോടി. അപ്പൊ ഞാൻ ആരാ? ആരാ? ഒരു പഴയ പ്രയോഗമാണെങ്കിലും ഈശ്വരനാ, കോടീശ്വരൻ. പിന്നെ കിടക്കല്ലേ പദ്ധതികൾ മുന്നില്. പദ്ധതികളൊക്കെ നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. ആദ്യം ബാധ്യതകൾ തീർക്കാൻ നോക്ക്. കടം വാങ്ങാൻ കാണിക്കുന്ന സാമർത്ഥ്യം വല്ലപ്പോഴും തിരിച്ചു കൊടുക്കുന്നതിലും കാണിക്കുമോനെ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരെ? എന്താ വേണ്ടത്? ഈ ഓഫീസിലെ ആളുകള്. ഓഫീസ് എന്ന് പറയുമ്പോ ഈ ഫിലിംസ് ആണോ അതോ താഴത്തെ റിയൽ എസ്റ്റേറ്റ്? ആ അതെ, വരി, കേറിയിരിക്കും. അല്ല, എന്തായിരുന്നു കാര്യം? നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. വഴിതെറ്റി കയറിയതല്ല. ഓ, അത് തോന്നി. എൻ്റെ പേര് അച്യുതമേനോൻ എന്നാണ്. ഓ, എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതായിരുന്നു നിങ്ങളോട് കൺസൾട്ട് ചെയ്യാൻ വന്ന. ആയിക്കോട്ടെ,
കൺസൾട്ടിങ് അത് തന്നെയാണല്ലോ ഞങ്ങളുടെ ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു. ടൗണിൽ തന്നെ നടക്കാവില്ല. ഓ, നടക്കാവില്ലെന്ന് പറയുമ്പോൾ അവിടുന്ന് ബിലാത്തിക്കുള്ള റോഡിൽ ഒരു 5 അടി നടന്നാൽ റൈറ്റിലാണ്, റോഡ് സൈഡിലാണ്. 65 സെൻറ്റുണ്ട്. അതിലൊരു പഴയ വീടും. ചേച്ചേ, അച്യുതമേനോൻ സാർ. ആരി? അച്യുതമേനോൻ സാറ്. സാറിന്റെ ഒരു പ്രോപ്പർട്ടി നടക്കാവിലല്ല, സംഭവം വണ്ടിപ്പേട്ടെ. 65 സെന്റ് ഉണ്ട്, വീട് പഴയതാ. അതൊന്ന് വിൽക്കണം എത്രയും വേഗം. പഴയ വീടാവുമ്പോ വീടിനാരും വില കാണൂല. സ്ഥലത്തിന് വില കാണുമല്ലോ, അത് മതി. സാറിന്റെ പേര് തന്നെയല്ലേ, കൂട്ടുസ്വത്തോ കുടുംബസ്വത്തോ ഒന്നുമല്ലല്ലോ? അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഭാര്യയുടെ പേരിലാണ് വസ്തു. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അല്ല, മക്കളുണ്ടോ? ഈ പാർട്ടീഷനൊക്കെ കഴിഞ്ഞതാണോ? മക്കളൊക്കെ വിദേശത്താ. ഓ, അവരിങ്ങോട്ട് വരാനുള്ള ഉദ്ദേശമില്ല. ഇത് വിറ്റ് കിട്ടുന്ന പണം അവരുടെ അക്കൗണ്ട് ഇട്ടാൽ മതി. പേപ്പറുകളൊക്കെ എനിക്കിത് വിൽക്കാൻ അധികാരമുണ്ടോ? ഞാൻ തന്നെയാണോ ഭർത്താവ്? അവർ മരിച്ചിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ? അതെ, അത് ഈ അടിയാധാരം, മുന്നാധാരം തുടങ്ങി ഏറ്റവും പുതിയ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ രേഖകളും വേണ്ടി വരും. എല്ലാ രേഖകളും റെഡിയാണ്. ഒറിജിനലിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി. നിങ്ങൾക്കത് മതിയല്ലോ? ദാ. ഇത് മതി. അപ്പോ സാറ് മൊബൈൽ നമ്പർ തന്നിട്ട് പോയിക്കോളൂ, ഞങ്ങൾ വിളിച്ചോളാം. മൊബൈൽ ശീലമില്ല. അല്ല, അപ്പൊ ബന്ധപ്പെടാൻ ലാൻഡ് ലൈൻ? ഞാൻ ഇങ്ങോട്ട് ബന്ധപ്പെട്ടോളാം. ഇനിയിപ്പം നിങ്ങളുടെ ഒരു അണ്ടർ സർവൈലൻസിലായിരിക്കുമല്ലോ എൻ്റെ വീടും പറമ്പും. ഞാൻ വീട്ടിൽ തന്നെ കാണും. ഓ, ആയിക്കോട്ടെ. അപ്പൊ ശരി. ഈ ഓഫീസിലേക്ക് ഒരാൾ നമ്മളെ അന്വേഷിച്ച് വരുന്നത് ഇത് ആദ്യമായിട്ടാ. കളി ലേശം വലിയ കളിയാട്ടോ. വലിയ കളികൾ കളിച്ചു തുടങ്ങേണ്ട സമയമായി സിയച്ചേ. രായനൊക്കെ വിളിക്കട്ടെ. നിനക്ക് ഈ കച്ചവടം നമ്മൾ ഡീൽ ചെയ്യാൻ രായനൊക്കെ സമ്മതിക്കണം. ഇതിൽ ഈ നോക്കുകൂലി ചൂണ്ടുകൂലി എന്ന് പറയുന്ന നക്കാപ്പിച്ച പോരാ. മെർക്കാരയിലെ തോട്ടം, ടൗണിൽ 65 സെന്റ് സ്ഥലം, പുരോഗതിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രായനക്ക് വിളിക്കണ്ട, പിന്നെ ഒന്ന് കാണാം. ഓക്കെ. ജോയേട്ടൻ, നിങ്ങളൊന്ന് പറയുന്നു. എന്റെ രായനക്ക ആദ്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നൊരു കേസായത്. ഇങ്ങളെ ഓഫീസോ? അതെവിടാണ്ട് പകരം അങ്ങനെ ഒരു ഓഫീസ് പാളയത്ത് പാളയത്ത് പച്ചക്കറി മാർക്കറ്റിന്റെ ഉള്ളിലോ? ഉള്ളിലല്ല, ആ കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അകത്തെ സിനിമ ഡിസ്ട്രിബ്യൂഷൻ റൂമുണ്ട്. തമിഴ് സിനിമയെ കൊണ്ടുവന്ന് കളിക്കുന്ന അവിടെയാണ് അവരുടെ താവളം. ഓ, ആ ഗുദാമിന്റെ ഉള്ളിലാ? ഗുദാമോ? അവിടെ സെന്റിന് എന്താ വില നിങ്ങളുടെ വിചാരം? സെന്റിന് എത്ര ആയിട്ട് കോർപ്പറേഷന്റെ സ്ഥലല്ലേ? എന്റെ രായനക്ക, ഇരുന്നോ ഈ വണ്ടിപ്പേട്ട കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ. 4:45 ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. എന്താ ചോദിയേ? ഞാൻ ആ ബാംഗ്ലൂർ സിറിയക് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗൂഗിൾ എർത്ത് വഴി സ്ഥലം കണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് വില ഉറപ്പിച്ചു വാ. അതൊരൊറ്റ സിറ്റിംഗിൽ തീരും. ജോയിയെ, സിറ്റിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ. ഹബീദേ, അല്ല കാക്കട്ടെ. എന്നാ പിന്നെ രായനക്ക, നിങ്ങളൊന്ന് അനുഗ്രഹിച്ചു വിട്ടാളി. മോനെ ഇവിടെ ഇരിക്കും. മോനെ, നിന്നൊക്കെ വളർത്തുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. വിളഞ്ഞ മോനാണ് നീ. ആരെന്റെ ഗുരു? നിങ്ങളല്ലേ? മോൻ മെല്ലെ സ്കൂട്ട് ചെയ്ത് വിട്ടോ. ചെല്ല്. ഡോക്യുമെന്റ്സ് ഒക്കെ വക്കീലിനെ കാണിച്ചു, ഒക്കെ ടീക്കാ. ഇനി നമുക്കൊരു പേരിടണം. എൻ്റെ പേര് അച്യുതമേനോന്നാ. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി ആർക്കാ പേര്? എനിക്കിതുവരെ പേരിട്ടു. അയ്യോ, പേരിടുകയെന്ന് വെച്ചാ ഞങ്ങള് ബ്രോക്കർമാരൊരു പ്രയോഗ, വില ഇടുകയെന്നാ ഉദ്ദേശിക്കുന്നത്. നിങ്ങളാ ഉമ്മറത്തേക്ക് ഇരിക്കേ പോരാ. ശരി, ഓക്കെ. ആകെപ്പാടൊരു ദാരിദ്ര്യം കാണാനുണ്ട്. മക്കള് വിദേശത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു പുഷ്ടിപ്പ് കാണാനില്ല. വീട്, അച്ഛനമ്മമാർ, പഴയ ഓട്ടുപാത്രങ്ങൾ, ഫർണിച്ചർ, ഇതൊക്കെ വിട്ടിട്ടാണല്ലോ മക്കള് വിദേശത്തേക്ക് പോകുന്നത്. സെന്റിനൊരു 9-10 വരെയൊക്കെ തന്ത ചോദിക്കും കേട്ടോ. ആള് റിട്ടയർഡ് പുലിയ. 6ാം വാരിക്ക് പൂട്ടിട്ടാലേ വീഴൂ. വെക്കാൻ തീരുമാനിച്ച ശേഷം 2 കൂട്ടർ വന്നിരുന്നു.
സെന്റിന് 6 ലക്ഷം വരെ അവർ കണ്ടുള്ളൂ. അതിനൊന്നും ഏതായാലും കൊടുക്കാൻ ഉദ്ദേശമില്ല. അല്ല ഇപ്പൊ മൊത്തത്തിൽ മാർക്കറ്റ് കുറച്ചിട്ടല്ല. ദുബായ്ക്കാരെ തള്ളിച്ചങ്ങ് തീർന്നല്ലോ. കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ പണിയാനാണെങ്കിൽ ഇപ്പൊ കോർപ്പറേഷന്റെ ഓരോ ഗുലുമാല് നിയമങ്ങളും, ഇത്ര ഏരിയ കാർ പാർക്കിംഗ്, ഇത്ര നില, ഇത്ര അടിത്താഴ്ചയില് പൈലിംഗ്, തേങ്ങാക്കൊല, പിന്നെ വീട് വെച്ച് താമസിക്കാൻ ഇപ്പൊ സിറ്റിയുടെ നടുക്ക് അങ്ങനെ ആർക്കും താല്പര്യമില്ല. ഒന്നാമത് ഈ കള്ളന്മാരുടെ ശല്യം. ഈ ഏരിയ മതി. നിങ്ങൾ ഈ ബ്രോക്കർമാരുടെ സ്ഥിരം ഡയലോഗ് എന്നോട് വേണ്ട. എനിക്കത് കേൾക്കാനുള്ള സമയമില്ല. കറക്റ്റ്. ഞാനൊരു വില പറയും. അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കേടാം. ഓ സാറ് പറഞ്ഞോളൂ. എനിക്ക് സെന്റിന് 8 ലക്ഷം റുപ്യ കിട്ടണം. 8? അയ്യോ 8 എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ചാൻസാണ്. എത്രയാ നിങ്ങൾ കാണുന്നത് പറഞ്ഞു. ഇനി ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റേ. രാൻക, ഞങ്ങള് സ്പോട്ടിലുള്ളത്. നമുക്ക് ഫൈനൽ എന്ത് പറയാം? ജോയെ, ജയപ്രകാശ, നമുക്ക് എത്രക്ക് പിടിക്കാം? അവനോട് 9 എന്ന് പറയാം. സിറിയക്ക് 11 വരെ ഓക്കെയാണ്. ഒരു 9 മുറിക്കാൻ നോക്കണം. അതിന് താഴെ പിടിക്കാൻ നോക്കിയാല് അത് നിങ്ങക്ക്. രാൻക പറഞ്ഞ വാക്ക് മാറ്റൂലെന്നറിയാം, എങ്കിലും ചോദിക്കുക. വാക്കാണല്ലേ. ഓ അപ്പൊ എങ്ങനെ ഭായി? നിങ്ങൾ പറയുന്ന വിലക്ക് കോഴിക്കോട് അങ്ങാടില്ലെങ്കിൽ സ്ഥലം കിട്ടൂലെന്ന്. അതിപ്പോ കൊയിലാണ്ടിയോ പയ്യോളിയോ മാവിലായിലോ മറ്റോ നോക്കേണ്ടി വരും. അതെ, കേൾക്കുമ്പോ കൂടുതലാണെന്ന് തോന്നും, പക്ഷെ നാളെ മറച്ചു വെച്ചാൽ അതിന്റെ മുകളിലോട്ടിലേ പോകാൻ പോകുന്നത്. ഞാൻ മൂപ്പറുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ വില അങ്ങോട്ട് പറയാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റിയാ നോക്കിയാലേ പാർട്ടി വേറെ ഉണ്ട്. ഓ എന്റെ മേനോ സാറേ, ഞാനൊരു വില അങ്ങോട്ട് പറയാം. കച്ചവടം നടക്കാൻ വേണ്ടിയാ. മിനിമം സമയത്തിനാ എന്ന് വെച്ചാ 1 മാസത്തിനുള്ളിൽ സംഗതി തീർക്കാം. വില പറ. സെന്റിന് ഒരു 7.5 ലക്ഷം. 7.5? നല്ല ടോപ്പ് വിലയാണ് സാർ, കൈനീട്ടിക്കോളി. രജിസ്ട്രേഷൻ 1 മാസത്തിനാവും. കബൂൽ.